വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. അപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ മത്സരത്തിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആസ്റ്റൺ വില്ല വേഴ്സസ് പാരിസ് സെയിന്റ് ജർമ്മൻ. ഫസ്റ്റ് ലെഗിൽ 3-1 PSG ഈ ഒരു ടൈ വിജയിക്കുന്നത്, അതും പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചിട്ട് ഫസ്റ്റ് ആസ്റ്റൺ വില്ല ലീഡ് എടുക്കുന്നുണ്ട് ആൻഡ് 3 അവിടെ നിന്ന് PSG തിരിച്ചടിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ലെഗിലേക്ക് എത്തുന്ന സമയത്ത് ആസ്റ്റൺ വില്ലൻ്റെ ഹോമിലാണ് കളി. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഫിക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു വില്ല പാർക്കിൽ ഉണ്ടായിരുന്നത്. അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഭയങ്കര ലൗഡായിരുന്നു വില്ല പാർക്ക്. അങ്ങനെ മാച്ച് തുടങ്ങിയിട്ടൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ എഗെയിൻ വില്ല കൺസീഡ് ചെയ്യാണ്. അതായത് ഒരു പ്ലേ PSG സൈഡിൽ നിന്ന് വരുന്നു. അവിടെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു പാവു ടോറസും എമിലിയാനോ മാർട്ടിനസും. ഫൈനലി മാർട്ടിനസിൻ്റെ മിസ്റ്റേക്ക്, അത് സ്കോർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഡെമ്പലെയാണ് സ്കോർ ചെയ്യുന്നത്. 10-ാം മിനിറ്റിൽ അവർ ലീഡ് എടുത്തു. അപ്പോൾ ടോട്ടലി 4-1 കാര്യങ്ങൾ നീങ്ങുകയാണ്. ആൻഡ് ഫസ്റ്റ് ഹാഫ് തന്നെ അവർ രണ്ടാമത്തെ ഗോളും അടിക്കുകയാണ്. അപ്പോൾ 4-1 5-1 കാര്യങ്ങൾ നീങ്ങുകയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോള് വില്ല തിരിച്ചടിക്കുന്നു, അത് 5-2 എത്തുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് 55-58 മിനിറ്റുകളിലായിട്ട് 2 വില്ല അങ്ങോട്ട് അടിക്കുകയാണ്. അങ്ങനെ 5-4 ടൈ എത്തുകയാണ്. 5-4 അങ്ങനെ നിന്നു. PSG കടിച്ചു തൂങ്ങി നിന്നു, അല്ലെങ്കിൽ PSG ഡൊന്നറുമ പിടിച്ച് നിർത്തി എന്നൊക്കെ പറയാം. അപ്പോൾ ടോട്ടലി നമ്മൾ മാച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആസ്റ്റൺ വില്ലൻ്റെ വിളയാട്ടം കണ്ടൊരു മാച്ചാണ്. നമ്മൾ ടൈ നോക്കുകയാണെങ്കിൽ 3-2 അവർ ജയിച്ചു. സെക്കൻഡ് ലെഗ് അവർ ജയിച്ചു. പക്ഷേ ഫസ്റ്റ് ലെഗിൽ 3-1 PSG വിജയം കാരണം ടോട്ടലി അവർ മാച്ച് കൺസീഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല അടക്കി ഭരിച്ചൊരു സെക്കൻഡ് ലെഗാണ്. ഫസ്റ്റത്തെ കുറച്ച് മിനിറ്റുകളിൽ PSG ഒന്ന് ആടിയത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ കളി നിയന്ത്രിച്ചത് ഈ മിഡിൽ ഒനാനയും, അതുപോലെ തന്നെ ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ്ലി കളി ഉണ്ടായിരുന്നത് ആസ്റ്റൺ വില്ലൻ്റെ കാലിലായിരുന്നു. അതിൽ ടെലമെൻസിൻ്റെ പെർഫോമൻസ്, റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസ്, മാഗിൻ്റെ പെർഫോമൻസ്, ഡീനേൻ്റെ പെർഫോമൻസ്, ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് അവർ 55-ാം മിനിറ്റിലെങ്ങനെ മാഗിനൊരു ഗോൾ അടിക്കുന്നുണ്ട്. ആള് എന്താ പറയുക, മധ്യവരൻ്റെ ഇപ്പുറത്തുനിന്ന് ബോൾ ക്യാരി ചെയ്ത് വന്നിട്ടാണ് അവിടെ ഒരു ലോങ് റേഞ്ചർ ഷോട്ട് തൻ്റെ ടീമിന് വേണ്ടി ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് അടിക്കുന്നത്. മാഗിൻ്റെ ഒക്കെ പെർഫോമൻസ് ഉണ്ടല്ലോ, ഫിസിക്കൽ മിഡ്ഫീൽഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു പഠിക്കണം എല്ലാവരും. ഇങ്ങനെ ആയിരിക്കണം ഫിസിക്കൽ മിഡ്ഫീൽഡർ എന്നുള്ളത്. റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ ആ സബ്ബാവുന്ന വരെ റാഷ്ഫോർഡ് കത്തിയൊരു കത്തലുണ്ട്. ടമ്മോ, റാഷ്ഫോർഡിൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മൊമെൻറ്റ്സ് ആണ് ആ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആൾക്ക് അവിടെ ഒരു അസിസ്റ്റ് എങ്ങാനും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അസിസ്റ്റൊക്കെ അവിടെ നിൽക്കട്ടെ, ആളൊരു ഷോട്ട് അടിച്ചിട്ടുണ്ട്. എങ്ങനെയാണത് ഡൊന്നറുമ്മ സേവ് ചെയ്തത്? ഡൊന്നറുമ്മൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, മോൺസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് ഇന്ന് ഡൊന്നറുമ്മൻ്റെ സൈഡിൽ നിന്ന് കണ്ടത്. ആൾ നടത്തിയിട്ടുള്ള ചില സേവുകൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, ആ സേവിലാണ് ഇനിയിപ്പം കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാൽ PSG സെമി ഫൈനൽ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ താണ്ഡവം ആടിയിട്ടുള്ള ഉനായ് എമറിൻ്റെ ആസ്റ്റൺ വില്ലനെ തടഞ്ഞു നിർത്തിയത് ഒറ്റ മനുഷ്യനാണ്. അതാരാണ്? അത് ഡൊന്നറുമ്മയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഇതിന് മുമ്പത്തെ PSG പല മാച്ചിലും പ്രിവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടീമിൻ്റെ ഒരു ലയബിലിറ്റിയാണ് ശരിക്കും ഈ ചങ്ങായി, ആര്, നമ്മുടെ ഡൊന്നറുമ്മ എന്നുള്ളത്. അതായത് ടീമിലൊരു വീക്ക് പോയിന്റ് ആണ്. പക്ഷേ ആൾ എത്ര തവണയാണ് ഈ സീസണിൽ തന്നെ ടീമിനെ രക്ഷിച്ചിട്ടുള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. ഇപ്പോൾ ലിവർപൂളിനെതിരെയുള്ള മാച്ച് നോക്കുകയാണെങ്കിലും ഈ മാച്ച് നോക്കുകയാണെങ്കിലും ആൾ നടത്തിയിട്ടുള്ള ചില ക്രൂഷ്യൽ സേവുകളാണ്. ക്രൂഷ്യൽ സേവുകൾ എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ സേവ് ഒന്നല്ല, വേൾഡ് ക്ലാസ് സേവുകൾ. ആ സേവുകളാണ് PSG ഫ്യൂച്ചർ നിർണ്ണയിച്ചിട്ടുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. അതാണ്. പിന്നെ നമ്മൾ ഇവരുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ആസ്റ്റൺ വില്ലൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസൊക്കെ ലാസ്റ്റ് അടിച്ച ഷോട്ട് 93-ാം മിനിറ്റിലോ 94-ാം മിനിറ്റിലോ അതിന് പാച്ചോ നടത്തിയ സേവ്, എൻ്റെ അമ്മോ, അത് ഗോളാവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അത് പാച്ചോടെ ഓൺ ടൈമിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോസ്റ്റിലേക്ക് കയറേണ്ട സാധനമാണ്. അപ്പോൾ പാച്ചും അവിടെ PSG സേവിയറായി മാറിയെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാച്ചോൻ്റെ ഒരു ഡിഫ്ലക്ഷനിലൂടെയാണ് അവിടെ ഒരു ഗോൾ വരുന്നത്. ആൻഡ്
പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മുടെ മെഗിൻ അടിച്ച ഗോളിലും പാച്ചിൻ്റെ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പം ആളങ്ങനെ ഒരു കോൺഫിഡൻസ് മേ ബി ടിപ്പ് ആവേണ്ട ഒരു സിറ്റുവേഷൻ എന്നാണ് അത്രയും ക്രൂഷ്യലായിട്ടുള്ള സേവ് നടത്തിയിട്ട് ആള് ടീമിൻ്റെ രക്ഷകനായിട്ട് മാറുന്നത്. പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് സെൻറ്റർ ബാക്കാണ്. അപ്പം ഫസ്റ്റ് ഹാഫിലൊക്കെ ആളുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു, ടോപ്പ് നോച്ച് ആയിരുന്നു. ലിവർപൂളിനെതിരുള്ള ആളുടെ പെർഫോമൻസ് ഒക്കെ വേൾഡ് ക്ലാസ് ആയിരുന്നു. ആളൊരു രക്ഷയില്ലാത്തൊരു സെൻറ്റർ ബാക്കാണ്. ചില ഡിസിഷൻസിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഉനായ് എമറിൻ്റെ സൈഡിൽ നിന്ന് വന്ന് റാഷ്ഫോർഡിനെ വലിക്കണമായിരുന്നു. റാഷ്ഫോർഡിനെ വലിച്ചതിലാണ് ശരിക്കും ആസ്റ്റൺ വില്ലൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു അറ്റാക്കിംഗ് മൊമെൻറ്റം കൈവിട്ട് പോകുന്നത്. ആൻഡ് കുറച്ച് ക്രൂഷ്യൽ ചാൻസുകൾ അവിടെ അസെൻസിയോക്ക് കിട്ടുന്നുണ്ട്, സ്കോർ ചെയ്യുന്നില്ല. ആൻഡ് വേറെ പ്ലേയേഴ്സിന് കിട്ടുന്നുണ്ട്, അവർ സ്കോർ ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു ഫ്രീ കിക്ക് എന്നുള്ള ചാൻസ് തലവെക്കാനും കൈവെക്കാനും കാല് വെക്കാനും എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആരും ചെയ്തില്ല. അപ്പം മാച്ച് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ക്ലിയർ ആയിട്ട് ആസ്റ്റൺ വില്ലക്ക് കിട്ടിയിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരതൊന്നും ക്യാപിറ്റലൈസ് ചെയ്തില്ല. ആൻഡ് ക്ലച്ച് ആവേണ്ട സമയത്ത് ഡൊന്നറുമ്മ ഒരു എക്സാക്ട് ക്ലച്ച് പ്ലെയറായി മാറി എന്നുള്ളതാണ്. ആൻഡ് അവർ കൃത്യസമയത്ത് ഗോൾ അടിക്കുകയും ചെയ്തു. ഇപ്പോൾ PSG പോലത്തെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ കൺസീഡ് ചെയ്യുമെങ്കിൽ പോലും അവർ സ്കോർ ചെയ്യും എന്നുള്ളതാണ് അവരുടെ സ്പെഷ്യാലിറ്റി. ഇപ്പം ഇന്ന് അവർക്ക് ഡിഫൻസീവിൽ കുറേ പാളിച്ച പറ്റിയിട്ടുണ്ട്. പല സമയത്തും രക്ഷിച്ചത് ഡൊന്നറുമ്മയാണ്. പക്ഷെ കിട്ടിയ ചാൻസുകൾക്ക് അവർ അപ്പുറത്ത് ഗോൾ അടിച്ചു. അത് ഒരു ഗ്രേറ്റ് ടീമിൻ്റെ ലക്ഷണം തന്നെയാണ്. എപ്പോഴും ഓപ്പണൻറ്റിനെ ഔട്ട് ക്ലാസ് ചെയ്യാനും പൊസഷൻ കാലിൽ വെച്ച് കളിക്കാനും മാച്ച് ഡോമിനേറ്റ് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. ചില സമയത്ത് ഗോൾ അടിച്ചിട്ട് നമ്മളിങ്ങനെ സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അടിച്ച ഗോള് നമുക്ക് ഒരു സ്ട്രെങ്ത് തരും. അതാണ് ആ സ്ട്രെങ്ത് സ്കോർ ബോർഡ് തരും. അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ അവർ സെമിയിലേക്ക് എത്തുകയാണ് PSG. ലൂയിസ് എൻറിക്കോൻ്റെ PSG, ബർക്കോള, ക്വാററ്റ്സ്കേലിയ, ഡെംബലെ, ജാവോ നെവസ്, വിറ്റീഞ്ഞ, അതുപോലെ ഫാബിയൻ റൂയിസ്, വാരൻസെയർ എമറി. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കിഞ്ഞോസൊക്കെ ഒരു പ്രശ്നമാണ് ശരിക്കും. ബിഗ് മാച്ചിലേക്ക് ഇനി വരുന്ന സമയത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അതുപോലെ പാച്ചോ അടിപൊളിയാണ്. ചെറിയ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാച്ചോ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ആൻഡ് ഹാക്കിമി മാർക്കിഞ്ഞോസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പല സമയത്തും നമ്മളെ ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ന്യൂനോ മെൻഡസ് ഫസ്റ്റ് ലെഗിലും ഗോൾ അടിച്ചു, സെക്കൻഡ് ലെഗിലും ഗോൾ അടിച്ചു. ആള് തൻ്റെ ക്ലാസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു UCL സീസൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ UCL സീസണിലൊക്കെ ആൾ അത്ര സുഖമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് വല്ലാത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ സീസണേക്കാളും ഈ ചങ്ങായി കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് വില്ലൻ്റെ സൈഡ് നമ്മൾ കണ്ടെങ്കിൽ പോലും ഫൈനലി വിക്ടറി നേടിയിട്ട് പോകുന്നത്, അതായത് 2 ലെഗൊന്നും കൂടി അവർ 5-4 ലീഡ് നേടിയിട്ട് സെമി ഫൈനലിലേക്ക് പോകുന്നത് PSG ആണ്. ശരിക്കും നമ്മുടെ ഉനായ് എമറിൻ്റെ സൈഡ് തലയുയർത്തി മടങ്ങേണ്ടതാണ്. കാരണം വല്ലാത്തൊരു ഫൈറ്റാണ് അവർ കൊടുത്തത്, അടിപൊളി ഫൈറ്റാണ് അവർ കൊടുത്തത്. ആരും 5-4 ഈ മാച്ച് എത്തിക്കും, വില്ല പാർക്കിലാണെങ്കിൽ പോലും ഇങ്ങനെ PSG ഇവർ വിറപ്പിക്കുന്നൊന്നും കരുതിയിട്ടില്ല. പക്ഷെ അത് അവർ ചെയ്തു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പം ഫസ്റ്റ് എമിലിയാനോ മാർട്ടിനസിൻ്റെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് ക്രൂഷ്യൽ സേവ് എമിലിയാനോ മാർട്ടിനസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. എനിവേ PSG പിടിച്ചു നിന്നു ഡൊന്നറുമ്മ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിൻ്റെ മേലെ. അങ്ങനെ ലൂയിസ് എൻറിക്കും സൈഡും സെമി ഫൈനലിലേക്ക് എത്തുകയാണ്. ആസ്റ്റൺ വില്ല പുറത്തേക്ക് പോവുകയാണ്. അപ്പം മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് എസ്പെഷ്യലി അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു.